അയ്യോ ചുമയല്ല. ഹലോ ഒരുവൻ, അയ്യോ ചുമയൊക്കെ പനി കൊണ്ട് മരിച്ചില്ല. ഹലോ ഒരുവൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ, അതായത് 2025 അവസാന സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ രാവിലെ വന്ന് കുത്തിരിക്കാൻ തുടങ്ങി. ഇതുങ്ങളെല്ലാം കൂടെ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ സമയം 1 മണി. നട്ടുച്ചക്കാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് സൺഡേ ആയിട്ട് ചുമ്മാ ഒരു ഔട്ടിങ് പോലെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. 1 മണിയായി ഇറങ്ങുന്നത്. അയ്യാ, ഈ ഉച്ചപ്രാന്തം പേരത്ത് എവിടെ പോകും എന്ത് ചെയ്യുന്നു യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, ഒരു നീണ്ട 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 യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഏതോ റെസ്റ്റോറൻറ്റ്. ഏത് റെസ്റ്റോറൻറ്റാണോ എന്തോ അവനറിയാം. കൈസന്ന് വന്നിട്ടുണ്ട് നല്ലതെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. എന്തായാലും പോയി നോക്കാം. എന്താകും ഏതാകും എന്ന് എനിക്കറിയില്ല. കോശി പോയി നോക്കണം. ഇതെവിടെയുണ്ട സുൽത്താൻ? എന്നിട്ട് അവിടെ സുൽത്താൻ സെക്യൂരിറ്റിക്കാരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ചെറിയ 2025 സൺഡേ ശരിയായിട്ട് കണക്കൂട്ട് ചെയ്യുക. ഹായ് ഹായ്. എന്നാ നമ്മൾ ചെല്ലട്ടെ, ചെന്ന് സീറ്റ് പിടിച്ചിട്ട് വരാം. എവിടെ കൂടെ എന്തെങ്കിലും തീരുമാനമാക്കിയിട്ട് വരാം. കൊച്ചെ നീ പിടിച്ചോ, നിന്റെ കൊച്ചല്ലേ, നീ പിടിച്ചോ. പിടിച്ചോ. അങ്ങനെയാണ് ഞാൻ പറയത്തുള്ളൂ. ടർക്കിയാ? ടർക്കി കോഴിയല്ലേ? എന്തായാലും നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യാം. ടർക്കി എങ്കിൽ ടർക്കി. ഹായ്, എന്താണ് ഷ്രിംപ് സൂപ്പ്, ഉസുക്ക്, മിക്സഡ് ശാശി, കുസ. എൻ്റെ മൂ ബർണഷെ എൻ്റെ മുന്നോ വേണ്ട. ഷെഫ് റിബട്ട് ഷൗക്ക് കെബാബ്. ടർക്കിഷ് ട്രൈ ചെയ്യല്ലേ? അവസാനത്തെ സൺഡേ അല്ല, പിന്നെ വെറൈറ്റി തന്നെ ട്രൈ ചെയ്യാം. എന്താ കൊള്ളത്തില്ലെങ്കിൽ 5 പേർ ഇരിക്കുന്നതാണ്. എന്തായാലും ചുമ്മാ ട്രൈ ചെയ്യാം. ടർക്കിഷ് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ടർക്കിഷ് ട്രൈ ചെയ്യാം. നിങ്ങളാ നിന്റെ പെണ്ണുപിള്ള അവിടെ ടർക്കിഷാന്ന് പറഞ്ഞത്? ആ എന്നേ ആ സാധനം ആ സാധനം ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെറുതെ നാക്കുളിക്ക് ചാവേണ്ട ആവശ്യമില്ല. സോ അത് വിവരം നാക്കിന് നല്ല സ്ഫുടതയുള്ള ആൾക്കാർ പറയടാ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒന്ന് ഡാം ലമാസ്. ഓക്കെ, ഡാം ലമാസും പിന്നെ ഉസ്ബെക് പുലാവും. ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ അഞ്ചപ്പം നീ പറഞ്ഞത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ഞാൻ നേരത്തെ ഉസ്ബസ്, എൻ്റെ മുന്നോ വേണ്ട. തെറ്റിക്കാണ് ഞാൻ പറയണ്ടാ. ഉസ്ബെക്കിസ്ഥാൻ സാധനം കഴിക്കാം. ഉസ്ബെക്കിസ്ഥാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ കുറേ നേരം നാക്കുളിക്കുക. വെറുതെ ഞാനെന്തിനാ പറഞ്ഞ് തെറ്റിക്കണം. ഇനി ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമ്മുടെ ഹരിയില്ലേ ബോണാപ്പിറ്റി, അവനാണ് റെക്കമെൻഡ് ചെയ്തത് ഇവിടെ ഇങ്ങനെ സംഭവം. അവൻ്റെ റീല് കണ്ടിട്ട്, അതായത് അവൻ്റെ റീല് കണ്ടിട്ടാണ് വന്നത്. സോ ഇന്നും കൂടിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. അത് ഡയറക്റ്റ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊരു ഷെഫ് വന്നിട്ട് പുള്ളിക്കാരനാണ് ഇത് മൊത്തം കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിത് സംഭവം ആലപ്പുഴ വരുമ്പോൾ ട്രൈ ആയിരിക്കാൻ മോശമല്ലേ. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. നീ വെജിറ്റേറിയൻ ആയോ? നീ 2 കാല്? ഓ, ഡാം ലമാസ്. പുലാവ് കണ്ടിട്ട് എനിക്ക് നല്ല ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കടാ മതി ഫസ്റ്റ്. ചാമ്പിക്കോ, ഇടക്കെടുത്ത് കഴിക്കടാ. കൊള്ളാ? ഓക്കെ, ആദ്യം അപ്രൂവൽ ആവുന്നില്ല. ഞാൻ ഈ റൈസ് എടുത്ത് ടേസ്റ്റ്, സോറി വലിയ നേരം സ്പൂൺ ഒന്നും ഈ റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ ഒരു വീടുമ്പോൾ ഫോമറ്റ് ആ വീഡിയോ കണ്ടിട്ടുണ്ടോ?
ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതുവരെ കഴിക്കാത്തൊരു ടൈപ്പ്, ഇതുവരെ നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ടൈപ്പ് ഒരു ടേസ്റ്റ് ഇല്ലേ, അതാണ് കൊള്ളാം. വെറൈറ്റി എന്നുണ്ട്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. എന്തൊക്കെയോ വെജിറ്റബിൾസിൻ്റെ ഉണ്ട്, റൈസിൻ്റെ ഉണ്ട്, ഇവിടെ പൊമഗ്രാനേറ്റിൻ്റെ ഉണ്ട്, കടലയുടെ ഉണ്ട്, ക്യാരറ്റിൻ്റെ ഉണ്ട്. ഇന്ന് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഞാൻ മീറ്റ് കൂടെ വെച്ച് ഇത് എന്ത് മീറ്റാണ്? ബീഫാണോടാ? ബീഫ് ബീഫ് മൈ ഫേവറേറ്റ്. ഇല്ലടാ കുഴപ്പമില്ല. ഓക്കെ ബീഫ് നല്ല ജ്യൂസി. അല്ല ബീഫ് കിട്ടില്ല അല്ലേ? സീരിയസ് ഞാൻ ഇതുപോലെ മറ്റേ ഈ എന്താ പറയുക മറ്റേ നല്ല ടേസ്റ്റ്, സീരിയസ്ലി നല്ല ടേസ്റ്റ്. എനിക്കിത് പറഞ്ഞു തരാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇരിക്കുന്ന സാധനം ടേസ്റ്റ് ഇതൊന്നും ടേസ്റ്റ് മറ്റേ ചിക്കനെ സംബന്ധിച്ച് ടേസ്റ്റ്. ചിക്കൻ, ക്യാബേജ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി എല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാം കൂടെ വന്നിട്ടുള്ള സംഭവമാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ്. ഇതിനകത്ത് എന്താ സംഭവം? പൊളി അയ്യോണ്ട് പൊളി ചിക്കനാ ബീഫല്ലേടാ അത്? എന്താണ് ചിക്കനാണ്? നോക്കട്ടെ. അത് കെബാബിൻ്റെ ഒക്കെ ടേസ്റ്റ്. നിങ്ങൾ കെബാബിന് അതെ എടാ കെബാബിന് ഇതാണ് വെച്ചിരിക്കുന്നത്. കെബാബിന് ഇതാ വെച്ചിരിക്കുന്നത്. സൂപ്പർ. ഈ പുള്ളിക്കാരനാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഉസ്ബെക്സ് നൈറ്റ് ഹാരപ്പി. അത് തന്നെ ഈ പുള്ളിക്കാരനാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. കൊള്ളാം ഷെഫേ, നല്ലതായിരുന്നു. ഓക്കെ, നമ്മൾ കഴിച്ചത് മൊത്തം കൂടെ ആയിട്ടുള്ളത് 1330 രൂപ. 750 റേറ്റ്. കൊള്ളാം, വെറൈറ്റി ഒരു ഫുഡല്ലേ. അപ്പം അതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും കൊള്ളാം, ലാഭമാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴയിലെ സുൽത്താനയാണ്. നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള കടയാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും തോന്നുന്നത്. വെറൈറ്റി ഉണ്ട്. വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഓക്കെ, അതെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മുല്ലയ്ക്ക വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താണ് ഏതാണെന്ന് അറിയാതെ എന്തായാലും കഴിഞ്ഞ് ഉത്സവം വരെ കഴിഞ്ഞ് ഇപ്പോഴും അവിടെ കടന്ന് കാണുമോ എന്തോ എന്നറിയത്തില്ല. പോയി നോക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഇൻ ദേർ. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പോയി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലേക്കും പോയി നോക്കാം എന്താണെന്നുള്ളത്. നട്ടുച്ച നേരത്ത് ബീച്ചിൽ പോയി നല്ല സുഖമായിരിക്കും. എന്തായാലും നോക്കാം. അഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അയ്യോ അത് പറ്റൂല, അത് പറ്റില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം അഞ്ഞപ്പോൾ. നീ കൊച്ചിനൊന്നും വേണ്ടേ? നോക്ക്, നിന്റെ കണ്ണില്ലേ? ഇല്ലേ? അയ്യോ അയ്യോ അമ്മ നോക്കണ്ടേ? ഒരു മിനിറ്റ് ഇന്നേ, ഇത് നിന്റെ കൊച്ചിന് ട്രാപ്പാണ്. നിനക്കുള്ള അവർക്ക് സാധനം വാങ്ങിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിന്റെ കൊച്ചിന് തന്നിരിക്കണത്. പക്ഷെ ഇത് ട്രാപ്പാണ്. അവൾ കുറച്ചും പറഞ്ഞല്ലോ അവർക്ക് സാധനം ഒന്നും വാങ്ങിക്കാൻ. പണ്ട് വരുമ്പോ ഒന്നും നിനക്ക് തള്ളക്ക് മാത്രം, തള്ളമാർക്കും എൻ്റെ വാത തൈല പിണ്ണ തൈല എല്ലാം മേടിച്ചു തരാം. അതൊക്കെ മതി നിനക്ക്, അത് മതി നിനക്ക്. അതിക്കുള്ളൊന്നും വേണ്ട. അതാ പറഞ്ഞത്, കുറച്ചും പറഞ്ഞ നടക്കാൻ വയ്യ, തളർന്ന് വാദം വന്ന് പിത്തം വന്ന് പായന്ന് വരമ്പരം വന്ന്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പിണ്ണ തൈലം, കുഴമ്പ്, വെളിച്ചെണ്ണ അതുപോലെ സാധനം പോരെ. അതാ പറഞ്ഞ പിണ്ണതൈലം മേടിച്ചു തരാം. പിണ്ണതൈലം മേടിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് രാത്രിക്കായിരുന്നു വരേണ്ടത്. രാത്രിക്ക് വരാൻ മാർഗ്ഗമില്ല. അതൊക്കെ വൈകുന്നേരം വേറെ പരിപാടിയുണ്ട്. ഇപ്പൊ ഈ രാത്രി ഈ പകലൊന്നും പുറത്തിറങ്ങായിരുന്നു. രാത്രിക്ക് ഇറങ്ങിയാണെങ്കിൽ വേർത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തോ പോലെ, ഭയങ്കര എന്തോ പോലെ. തലയിലൊക്കെ വെയിറ്റ് ഇരിക്കൊണ്ട് തോന്നുന്നു, വെയിലടിച്ചിട്ട്. സൂര്യൻ ഞാനായിട്ട് കണ്ടിട്ട് കുറെ നാളായില്ല, അതായിരിക്കും. എന്താ അവസ്ഥയാണ്? എടാ ആ കൊച്ചിനെ വല്ലതും വാങ്ങിച്ചു വിടറാ. ആ ഫ്രണ്ടേ പോണ കൊച്ചിന് പിന്നെ ആയുർവേദ കടയിൽ പോവാം. അവിടമ്പഴകള് ആയുർവേദ കടയിൽ പോവാം. മറ്റേ കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയിൽ പോവാം. അല്ല അവർക്ക് വയ്യെന്നൊക്കെ പറയാനില്ല. തിരുമലക്ക് എൻ്റെ അടുത്ത് പോയാലോ കഴിഞ്ഞപ്പോ
തിരുമലയ്ക്ക് എന്തി പോയാലോ? 65. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അവരെ ലോസ്റ്റ് ആയിപ്പോയി. അയ്യോ, ഒരു നീണ്ട തെരച്ചിലിന് ശേഷം ഞാൻ കണ്ടെത്തിയിരിക്കും സുഹൃത്തുക്കളെ. ഇടയ്ക്ക് ഞാൻ എന്തോ ഒരു സാധനം നോക്കിപ്പോയതാണ്. എന്തൊരു സാധനം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞു പോയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവരെ കണ്ടില്ല. ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ, വെയിലത്ത് നടന്നിട്ട് പറ്റാനില്ല. തലയിലൊക്കെ എന്തോ അത്ര നിന്ന്. ഞാൻ സൂര്യനായിട്ട് കണ്ടിട്ട് കുറേ നാളായില്ല. ഇനി വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം, പൊരി അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം. സാധാരണ അച്ഛന്മാരാണല്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക്. ഇപ്പം നമ്മൾ മേടിച്ചു കൊടുക്കണം. ഏത് നറൂട്ടോ? എനിക്ക് തരുവാണോ? എന്താ തരാത്ത? അടുത്താടാ അഞ്ചപ്പ എന്തൊക്കെ വാങ്ങിച്ചിരി? ഒന്നും വേറെ കൊച്ചിനൊന്നും വാങ്ങിച്ചു കൊടുക്കാത്ത? ഞാൻ മേടിച്ചു കൊടുത്തു. 30 രൂപയുടെ 2 കമ്പനി തീർന്ന്. ഒരാവശ്യമില്ലായിരുന്നു. പോയി എല്ലാം പോച്ച്. പ്രായം അഞ്ചപ്പോ ഇതൊക്കെ ഇടേണ്ട സമയം കഴിഞ്ഞ്. അതാ പറയാ, ഇത് വേണ്ട. വാ കൊള്ളത്തില്ല. വാഞ്ചപ്പ നടക്ക്. വാ, നിനക്ക് വല്ല മതി. അതൊക്കെ പിള്ളേർക്കുള്ള. നമ്മളൊക്കെ നിനക്കൊക്കെ പ്രായമായി. അയ്യോ, അങ്ങോട്ട് നോക്കാം. ചീത്ത സാധനം ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ല. വാ ചീത്ത സാധനം. വാ ചീത്ത സാധനം. അവിടെ വന്ന് ചീത്ത സാധനം അതൊക്കെ വാങ്ങിക്കരുത് കേട്ടാ. അതൊക്കെ പിള്ളേർക്കുള്ളതാണ്. അതൊക്കെ കൊച്ചു പിള്ളേരെ പറ്റിക്കാനുള്ള സാധനം കേട്ടാ. ആര് പറയുന്നത്? കിളിക്കൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ഞാനോട്ട് സാധനമുണ്ട്. അതൊക്കെ പോരെ? ആണോ? അത് മതി. വാ, ബാക്കിയൊക്കെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്നത്. അയ്യേ, അതൊക്കെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി വാങ്ങിച്ചു. ഇത്രയും പ്രായം ഇറക്കുന്നുള്ള സാധനമല്ലേ? 60 വയസ്സായില്ലേ? 60 വയസ്സാക്കുന്നൊന്നും വേണ്ട. ശരി, അതൊക്കെ പിള്ളേരെ പറ്റിക്കാനുള്ള സാധനം. അതിനൊന്നും ആവശ്യമില്ല, ഒരാവശ്യമില്ല. പോകാം, വീട്ടിൽ പോകാം. വീട്ടിൽ പോകാം. ഞാൻ പൊരിയൊന്നും വാങ്ങിച്ചില്ല. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പ്രായമുള്ളവർക്ക് ഫ്രൂട്ട്സ് അല്ലേ നല്ലത്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും ആരോഗ്യം വെക്കും. മറ്റേ എണ്ണയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഓറഞ്ച്, ആപ്പിള്, മാതളം, പേരക്ക, ഇത്ര ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക്. ഇതൊരു മാതിരി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി മുല്ലേക്ക് വന്നവരായി പോയി. കുഴപ്പമില്ല, ചുമ്മാ വന്ന് റൗണ്ട് അടിച്ചിട്ട് പോകുന്ന അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വൈകുന്നേരം നമുക്ക് താലപ്പൊലിയുണ്ട്. നമ്മുടെ അമ്പലത്തിലേക്ക് താലപ്പൊലിയുണ്ട്. കളക്ഷൻ എടുക്കാൻ പോകണം. ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ കറക്കെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നേരെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ ഞാൻ തിരിച്ച് ഉണ്ണിക്കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി വൈകിട്ടാണ് ഞാൻ പറഞ്ഞ താലപ്പൊലി എന്ന് പറഞ്ഞ സംഭവം. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ വർഷവും ഡിസംബർ 28-ാം തീയതി ആകാൻ നേരത്ത് നമ്മളുടെ 2 ചേരുവരങ്ങൾ, തെക്കേ ചേരുവ, വടക്കേ ചേരുവ, നമ്മുടെ അമ്പലമുണ്ട്. അമ്പലത്തിന് 2 ചേരുവരായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അതായത് 2 ചേരുവരക്കാരും താലപ്പൊലിയുണ്ട്. അതായത് ഈ നാട്ടിലെല്ലാം കൂടി കണ്ടക്ട് ചെയ്യുന്നൊരു താലപ്പൊലിയും പരിപാടികളുണ്ട്. അപ്പം അതാണ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് എന്താകും ഏതാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഒരു എക്സ്പെക്ടേഷനും വെക്കുന്നില്ല, ഒരു പ്ലാനിങ്ങും വെക്കുന്നില്ല. എന്താണോ അപ്പോൾ നടക്കുന്നത് അത് നമ്മൾ ബ്ലോഗിലൂടെ ഇങ്ങനെ കാണിച്ചു പോകാം. എന്തായാലും മേളത്തിൻ്റെതായ ഒരു ബഹളവും കാര്യങ്ങളും ഉണ്ടാകും. അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അത് വരുന്നേരം വെയിറ്റ് ചെയ്യാം. 7 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ അങ്ങോട്ട് അമ്പലത്തിന് അങ്ങോട്ടാണ് പോകുന്നത്. സോ വെയിറ്റ് ഫോർ ഇറ്റ്, വരുന്നവരെ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? താലപ്പിലേക്ക് പോയേ. പക്ഷേ എന്താണെന്നറിയില്ല, പണ്ടത്തെ ഒരു ആരും ഇല്ല. നമ്മുടെ പിള്ളേർ സെറ്റ് ആരും, അപ്പുറത്തെ നമ്മുടെ ടീം ആരും ഇല്ല, അപ്പുറത്തുള്ള ടീം ആരും ഇല്ല. ഒരു ഗുമ്മില്ലാത്ത പോലെ, എന്തോ ഒരു ഇതില്ലാത്ത കൂട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീല് ഭയങ്കരമായിട്ട്. സാധാരണ ഇങ്ങനെയൊന്നും അല്ല. പിള്ളേർ സെറ്റ് എല്ലാം ഫ്രണ്ടിൽ കൂടെ തുള്ളലും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലേ അങ്ങനെയാണ്. ഞാൻ ബ്ലോഗ് എടുത്ത് കാണിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും ശരിയാവില്ല. എന്ത് അവസ്ഥയാണെന്തോ. നമ്മളെന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? മുമ്പിലുണ്ടായിപ്പോയി. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ പോയില്ല, പക്ഷേ പകരം ദോശ കഴിക്കണം. ചിക്കൻ ദോശ കഴിക്കാൻ പോകുന്നു. ജോസ് നമ്മൾ ചിക്കൻ വിഷയത്തിൽ അമ്പലത്തിൽ പോകുന്ന സക്കണത്തിൽ ദോശ കഴിച്ച് നമ്മൾ സങ്കടം മാറ്റുന്നത്. സ്പൂൺ എടുത്തിട്ട് ഇന്ന് മൊത്തം ഫുഡടി ആയിരുന്നല്ലോ. ആയിരുന്നില്ല ഇതിനകത്ത് നോക്കിയിട്ട് കൊള്ളാം. ചിക്കൻ കറി ദോശ കൂടെ ഒരുമിച്ച് കഴിക്കാൻ ടേസ്റ്റ് എങ്ങനെയോ അത് തന്നെ, വേറെ വ്യത്യാസമില്ല. ഞാൻ കഴിച്ചിട്ട് തരാവേ. പൈസ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഉണ്ണിക്കൊണ്ടൻ്റെ വീട്ടിലും പോയി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന് ഈ ഒരു കുഞ്ഞിയുടെ ഇത്രയൊക്കെ ഉണ്ടെന്നുള്ളൂ.
ലാസ്റ്റ് സൺഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിച്ച് സെറ്റാക്കി പോവുക. കഴിഞ്ഞ വർഷം നടന്ന കാര്യം കുറിച്ചും ചിന്തിക്കാതെ അടുത്ത വർഷം സെറ്റാക്കി പോവുക. അത്രയൊക്കെയുള്ള ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ലവ് യു ഓൾ. അപ്പം മറ്റൊരു വീഡിയോ മീഡിയ ചിന്തിക്കുമ്പോഴേക്കും വണക്കം.